ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് എപ്പോഴും ഒരു പരാതിയുണ്ട്. ബിഗ് ബോസിന്റെ ഈ ഫാമിലി വീക്ക് കാരണം ഒരുപാട് കോണ്ടന്റുകൾ നഷ്ടമാകുന്നു എന്നുള്ളത്. അവരുദ്ദേശിക്കുന്നത് അടിയും പിടിയും വഴക്കുകളും ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ക കുറച്ച് ഫാമിലി വാല്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് പോലെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ആ ഒരു പോക്ക് വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കേരളത്തിലെ വീടുകളിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരു ടീനേജിന്റെ ഒരു ഏജിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആയിട്ടോ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ വന്നു പോകുന്ന കുറച്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടി കൂടി വന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുകയും അതിനുശേഷം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു റീജോയിനിങ് പോലെയൊക്കെയാണ് പലരുടെയും ഫാമിലിയിൽ നിന്ന് വരുന്ന സമയത്ത് ഫീൽ ചെയ്തത്. ഇന്നലത്തെ എപ്പിസോഡിൽ പൊതുവെ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടനെ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഇരുന്നത്. പക്ഷെ എപ്പിസോഡ് വന്നപ്പം ഈ ഒരു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോഴും വിചാരിച്ചു ഒരു ഹാഫ് എപ്പിസോഡിന് ശേഷമുള്ളത് ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്നലെ മൊത്തത്തിൽ ആ ഒരു ഫാമിലി വീക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടായിരുന്ന നോർമൽ എപ്പിസോഡായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡോ എവിക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അഭിഷേകിന്റെയും സിജോയുടെയും നോറയുടെയും ഒക്കെ വീട്ടിൽ നിന്നാണ് പേരൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആദ്യം തന്നെ അച്ഛനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പലരുടെയും മനസ്സിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു പ്രതിരൂപത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഭയം എന്ന് പറയുന്ന ഒരു ഇമോഷൻ തന്നെയായിരിക്കും. അപ്പൊ സായിയുടെയൊക്കെ കാര്യത്തിൽ കാണുമ്പോൾ അച്ഛൻ വരരുതേ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സായിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അച്ഛനുമായിട്ടുള്ള ഒരു കോൺവെർസേഷന് ശേഷം സായിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും കൺഫസ് ചെയ്യുന്ന ഒരു രീതി സായിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നലെ പല കാര്യങ്ങളിലും ഇപ്പോൾ മക്കളുടെ ഭാഗത്തു നിന്ന് അച്ഛന്മാർ സംസാരിക്കുമ്പോഴാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് മക്കൾ സംസാരിക്കുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫസ് ചെയ്ത് ഇതുവരെ ഇങ്ങനെയായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു വാല്യുവേഷൻ നടത്തിക്കൊണ്ട് ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കില്ല, എനിക്കിവിടെ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു എന്ന തരത്തിൽ കൺഫസ് ചെയ്യുന്ന കുറെ മൊമെന്റ്സുകളൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ എപ്പിസോഡിൽ കിട്ടുന്നത്. അപ്പോൾ അഭിഷേകിന്റെ ഫാമിലിയിൽ നിന്ന് വന്നപ്പോൾ പറയുന്നത് അഭിഷേക് പൊതുവേ ഒരു ഒന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്ത ഒരു പ്രകൃതം തന്നെയാണ്. അപ്പൊ അഭിഷേകിന്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിഷേകിന്റെ പ്രകൃതം അങ്ങനെ തന്നെയാണ്. അമ്മ മരിച്ചതിന് ശേഷം അഭിഷേക് ഒരു കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാറില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഞങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുള്ളത് അച്ഛനും അനിയത്തിയും ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അപ്പൊ അഭിഷേകും പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറില്ല, അത് ഇതുവരെ അങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പൊ അഭിഷേകിന്റെ അച്ഛനൊക്കെ പല രീതിയിലുള്ള ഹിന്റുകൾ കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ ഗെയിമുകളിൽ മാത്രം നീ ഇങ്ങനെ ആക്റ്റീവ് ആവാതെ കുറച്ചുകൂടി ഗെയിമിലേക്ക്, ബിഗ് ബോസിന്റെ ഗെയിമിലേക്ക് കടന്ന് കളിക്കണം എന്ന രീതിയിൽ പറയുമ്പോഴും അഭിഷേകിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പുള്ളി പറയുന്നത് എനിക്ക് ഇത്തരം ചെറിയ ചെറിയ വള്ളി കേസുകളൊന്നും പിടിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ തന്നെയാണ് അഭിഷേക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് സിജോയുടെ ഫാമിലിയിൽ നിന്ന് അവർ പറയുന്നതും ആദ്യം വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഫയർ ഇപ്പോ രണ്ടാമത്തെ ഒരു കംബാക്കിന് ശേഷം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ സിജോയുടെ ഭാഗത്ത് നിന്ന് സിജോയുടെ അമ്മ വന്ന സമയത്ത് മനസ്സിലാവുന്നത് 16ാമത്തെ എപ്പിസോഡിൽ സിജോ ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേര് പുറത്തു പോയെങ്കിൽ പോലും അതിനുശേഷം ഒരിക്കൽ പോലും അമ്മയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ വീട്ടിൽ പോയിരുന്നു, സിജോയുടെ വീട്ടിലാണ്, സിജോ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആണ്, പുറത്തുനിന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് സിജോ വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സിജോ പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആവുകയോ ചെയ്തിട്ടില്ല. സിജോയെ പറ്റിയിട്ടുള്ള കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇവരുടെ ഫാമിലിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സിജോ സീക്രട്ട് റൂമിലായിരുന്നു എന്ന് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിലും മനസ്സിലാവുന്നത്. പിന്നെ നോറയുടെ വീട്ടിൽ നിന്ന് നോറ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, നോറയുടെ ഡാഡി വരുമെന്നുള്ളത് നോറ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മ ചിലപ്പോൾ വന്നാലും പപ്പ വരില്ല എന്ന് നോറ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം തന്നെ പപ്പ വന്ന സമയത്ത് നോറ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുകയും ഒരു ഇമോഷനിലേക്ക് പോകുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സന്തോഷം തരുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എല്ലാവരുടെയും മെയിൻ ഇഷ്യൂ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഇതുവരെയുള്ള കാര്യങ്ങൾ എന്നാണ് അവരുടെ 3 പേരുടെയും ഫാമിലിയിൽ നിന്ന്. സിജോ ആണെങ്കിലും പറഞ്ഞു അച്ഛനായിട്ട് ഇത്ര ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നോറയാണെങ്കിലും പല കാര്യങ്ങളിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വെച്ച് 2 പേരും നോറയുടെ പപ്പയും നോറയും ഓപ്പൺ ആയിട്ട് അത് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിലൊരു കൺക്ലൂഷൻ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അത് മേ ബി അത് ബിഗ് ബോസ് ഹൗസ് ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കും. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനുള്ളതേ ഉള്ളൂ എന്നതാണ് ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. നോറ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അത്ര
ഒരു മോശമായിട്ടുള്ള ഒരു ഇമേജ് അല്ല നോറയുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ജാസ്മിൻ പ്രതീക്ഷിക്കുന്നത് ജാസ്മിന്റെ ഫാമിലി ആയിരിക്കാം. അപ്പൊ ഇത്ര ദിവസമായിട്ടും ഈ ഒരു ഫാമിലി വീക്ക് തീരുന്ന ഒരു സമയമായിട്ടും എന്തുകൊണ്ട് എന്റെ ഫാമിലിയിൽ നിന്ന് വന്നില്ല എന്നുള്ള തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ജാസ്മിൻ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ അത്ര മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇന്നലെ 3 പേരുടെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടും ഇപ്പൊ നിലവിൽ ജാസ്മിന്റെയും റിസ്മിന്റെയും വീട്ടിൽ നിന്ന് മാത്രമാണ് വരാനുള്ളത്. അപ്പൊ ജാസ്മിൻ അത്ര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നോറയുടെ പപ്പ ജാസ്മിനോട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട, വരും വരും എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് ജാസ്മിൻ കുറച്ചുകൂടെ വിഷമമാവാണ്. അപ്പം വീട്ടിലേക്ക് വരുന്നവർ പോലും ആ ഒരു ജാസ്മിന്റെ ഇമോഷൻസിനെ മനസ്സിലാക്കി തന്നെ ജാസ്മിനെ പാമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അബിയുടെ സിസ്റ്ററൊക്കെ രണ്ടാമതായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും എക്സൈറ്റഡ് ആണ്. ആ ഒരു സമയത്തും അബിയുടെ സിസ്റ്റർ വരുന്ന സമയത്ത് പോലും പലരും ജാസ്മിന്റെ ഫാമിലിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആക്ടിവിറ്റീസിലേക്ക് മാത്രം ഒതുക്കി നിൽക്കാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെടൂ എന്നുള്ളതാണ് അഭിഷേകിന്റെ ഫാമിലിയിൽ നിന്ന് കോമൺ ആയിട്ട് അഭിഷേകിന് കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശം. ഏഷ്യാനെറ്റിന്റെ പ്രൊമോയിലൊക്കെ വളരെയധികം ചർച്ചാ വിഷയമാക്കപ്പെട്ട സിജോയുടെ അമ്മ വരുമ്പോഴുള്ള ആ ഒരു മൊമെന്റ് ഒക്കെ തന്നെ ഭയങ്കര എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിൽ പോലും നമുക്കും ആ ഒരു ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിജോയുടെ അമ്മ പറയുന്നത് എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള തരത്തിലാണ് അവരുടെ ഫാമിലി എല്ലാവരോടും, ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരോടും സിജോയുടെ അമ്മ പറയുന്നത്. ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. നോറയുടെ അമ്മയാണെങ്കിലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് സിജോയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ള രീതിയിൽ അപ്പം സിജോ അത് കണക്ട് ചെയ്യുന്നത് നോറയുമായിട്ടുള്ള മുൻപുള്ള നോറയും സിജോയും തമ്മിലുള്ള വഴക്കുകളെ ചൊല്ലിയിട്ടാണ്. അപ്പം നോറ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോറയുടെ അമ്മ വരുന്ന സമയത്ത് സിജോ ഹഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സമയത്ത് സിജോ വിചാരിക്കുന്നത് നോറയുമായിട്ടുള്ള ഇഷ്യൂവിനെ അവർ ആ ഒരു രീതിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പോയി സോറി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നോറ അൻസിബയായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് അവരുടെ ഒരു രീതി അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടിട്ടാണ്. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് സിജോ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് നോറ അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. പിന്നെ അൻസിബ വീട്ടിലെ ഒരു ഗൃഹനാഥ പോലെ, ഉത്തരവാദിത്തമുള്ള ഒരു ഗൃഹനാഥ പോലെ എല്ലാ കാര്യങ്ങളിലും ഓടി തുറന്ന് ഇടപെടുകയും എല്ലാവരെയും വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അൻസിബ. അതിനുശേഷം ഒരു ക്വിസ് മത്സരം നടത്തുകയുണ്ടായി. ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ക്വിസ് മത്സരം നടത്തുകയുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫസ് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ലൈഫ് ജേണിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് പലരും തിരിച്ചറിയപ്പെടുന്നത് ഫാമിലിയുടെ വാല്യൂസ് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അപ്പൊ ഇനി അത് വീണ്ടെടുക്കണം എന്നുള്ള തരത്തിലുള്ള കൂടുതലും അച്ഛനായിട്ടാണ് ആ ഒരു ടോക്ക് വരുന്നത്. അമ്മയുമായിട്ട് അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതായിട്ട് ആ വീട്ടിൽ വന്നവരാരും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പൊതുവെ പ്രശ്നമുള്ളത് അച്ഛന്മാരായിട്ടാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു കൺക്ലൂഷൻ ഇട്ടുകൊണ്ട് ഇനി മുതൽ ലൈഫിൽ ഇങ്ങനൊരു ചേഞ്ച് വരും എന്നുള്ളതാണ് അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിഷേകിന്റെ ഫാമിലിയിൽ നിന്ന് അഭിഷേകിന്റെ അച്ഛൻ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ അഭിഷേക് പോകണം എന്നുള്ള തരത്തിൽ അവർക്കൊരു കാര്യങ്ങളൊന്നുമില്ല. ഏത് രീതിയിലാണോ നല്ല രീതിയിൽ പോകണം എന്നുള്ളതേ ഉള്ളൂ. സിജോയുടെ ഫാമിലിയിൽ നിന്ന് സിജോയുടെ അച്ഛൻ പറഞ്ഞപ്പം സിജോ ഒരു ടീച്ചറാണ്, ആ ഒരു പ്രൊഫഷനിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഒരു റെസ്പെക്ട് കിട്ടുന്ന ആ ഒരു പ്രൊഫഷനാണ്, അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. പക്ഷെ അവൻ സോഷ്യൽ മീഡിയ ചൂസ് ചെയ്തതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അതായിരുന്നു താല്പര്യം എന്ന് പറയുകയാണ്. പക്ഷെ നോറയുടെ ഫാമിലിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോറയുടെ പപ്പ പറയുന്ന ഒരു IAS ഓഫീസർ ആവണം നോറ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പലപ്പോഴായിട്ടും നോറ ആ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് നോറ വരുന്ന സമയത്ത് പപ്പയ്ക്കോ മമ്മയ്ക്കോ യാതൊരുവിധ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഇതിൽ അവൾക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു രീതിയിലേക്ക് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോറയുടെ അവരുടെ ഒരു ടിപ്പിക്കൽ കൾച്ചറിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയുണ്ടായി. എന്തായാലും മത്സരാർത്ഥികളുടെ ഫാമിലി എല്ലാവരും വന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. എല്ലാവർക്കും വിഷൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ചു മടങ്ങി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലിയാണ്. അതിനിയിപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അത് ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. പ്രൊമോയിൽ കാണിക്കുന്നത് ജാസ്മിന്റെ ഫാമിലി വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് വരുമ്പം ശ്രീധുവും അർജുനും തമ്മിലുള്ള ആ ഒരു കോംബോയുടെ ഉള്ളിൽ കുറച്ച് ഇഷ്യൂസ്, ശ്രീധുവിന്റെ അമ്മ വരുന്ന സമയത്ത് ആ കുറച്ച് ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം എല്ലാവരും അവരുടെ ആ ഒരു ശ്രീജുൻ ഫാൻസിന് മൊത്തത്തിൽ ഒരു അടി കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് ആ ഒരു അവരുടെ കോംബോ പൊളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ശ്രീതു കുറച്ച് ഗ്യാപ്പ് അർജുനോട് ഇടുന്ന സമയത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് അർജുൻ കുറച്ച് ദിവസമായിട്ട് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു അവിടെ പറയുന്നത് ജാസ്മിനുമായിട്ട് അർജുൻ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പം അതുകൊണ്ട് പലരും ഫേക്ക് ആണ് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ അതായിരുന്നു എന്നതാണ് ശ്രീതു പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ. പുറമെ സോഷ്യൽ മീഡിയയിൽ ജാസ്മിനും അർജുനും തമ്മിൽ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുകയാണ്. അതൊരു ബ്രദർ സിസ്റ്റർ കോംബോയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയിലേക്കോ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ജാസ്മിന്റെ ഹേറ്റേഴ്സ് പറയുന്നത് ജാസ്മിൻ അർജുനുമായിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ ശ്രീതു പറയുന്നത് അർജുൻ ജാസ്മിനുമായിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് ബാലിശമായ ചില പ്രശ്നങ്ങളും പോസസീവ്നെസിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ് ലൈവ് കാണുന്ന സമയത്ത് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു മെമ്മറി ഗെയിം അവിടെ കളിക്കുകയുണ്ടായി. ആ ഒരു ഗെയിം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്കിലേക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു മഴവില് പോലത്തെ ഒരു എപ്പിസോഡ് നല്ല പ്രത്യാശയാർന്ന അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന ഒരു സമാധാനം തരുന്ന ഒരു എപ്പിസോഡുകളൊക്കെ തന്നെയാണ് ഈ ഒരു വീക്ക്. ഇപ്പൊ ഈ ഒരു വീക്ക് ഫാമിലി വീക്ക് കഴിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡോടുകൂടി ഫാമിലി വീക്ക് കഴിയും. ഇനി അടുത്ത ദിവസം മുതൽ വീണ്ടും ബിഗ് ബോസിന്റെ ഗെയിം വീണ്ടും ഉണരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കാം.